വാപ്പാ ഞാൻ പോവാ. അല്ല സൈനബ, നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല. ഞാൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ ഇരി. നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ വാപ്പാ? അതില്ലാത്തോണ്ടല്ല ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ ഞാൻ പോവാ. നിക്ക് ഞാനും വരുന്നുണ്ട്. അല്ല അന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവാനാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി, ഇനി എന്റെ പണിയും പോണോന്നാ. ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും കിട്ടും കിട്ടുന്ന്. ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് കളി ക്ലബില്. ഓ എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ ഉമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കെട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ മോള് പൊക്കോ. എടാ അക്ബറേ. ആ എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. പോൾ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പറ്റിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ സോപ്പും പൊടിയാണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. ആ നീ താമസിക്കും, എനിക്ക് പൊടിയുണ്ടത്. MD സ്ഥലത്തെത്തിയത് കാണാനുണ്ടേ. എന്തൊരു ആത്മാർത്ഥത. പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ. അതല്ലേ ഉച്ചക്ക് ഊണ് പോലും കഴിക്കാതെ MD റൂമിൽ കയറി ഇരുന്നത്. മിസ് രാധിക വർമ്മയ്ക്ക് ബോറടിച്ചല്ലേ? ബോറടിച്ചില്ലേ? തമാശയൊന്നും വേണ്ട. 1 മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? നിനക്കറിയാമല്ലോ, നമ്മുടെ MD എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ, പിന്നെ അയാള് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറൊരു അരമണിക്കൂർ. നീ ഒന്ന് കൂട്ടി നോക്കിയേ, സമയം എത്രയെന്ന്. 12:30 മണിക്ക് കയറിയതാ ഞാൻ അയാളുടെ റൂമിൽ. എല്ലാരും ഊണ് കഴിച്ചു പോയി, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രണ്ടിന്റെ നോട്ടം നമ്മുടെ വായില. എന്താ പറയുക, വല്ലതും പറയുവോ? എന്തൊരു ടെൻഷനാണ് മുഖത്ത്. അയ്യേ, ഇതെന്താ കടലാസ്? ഇന്ന് കടലാസല്ലേ ഉള്ളൂ, ചില ദിവസം കല്ലായിരിക്കും. രേവതിയുടെ പണിയാ. ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറും. ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത്. അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന. അതെ, ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേപടി ഇരിപ്പുണ്ട്. ആ എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടടാ, നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ലാൻ. നിങ്ങൾ സാധനം ഇറക്കി വെക്കുക, കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ഇവന്മാര് തിരുമറി നടത്താൻ നോക്കിയോ? അപ്പഴേ ഹലോ, അതെ ഒരു മിനിറ്റ്. പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം? കുട്ടിയുടെ പേര്? അതല്ല, കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ്. ആളല്ല പിന്നെ, പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം. എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം. അത് വാപ്പയോട് പറയണം. വാപ്പയോ? പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ, ഞാൻ ഈ കടയുടെ ഓണറാണ്. മജീദ് ഖാന്റെ മോളല്ലേ? അല്ല, ഞാൻ അക്ബറിന്റെ മോളാ. അക്ബർ, പക്ഷെ ഞാൻ മജീദ് ഖാനാണ് വിളിക്കുന്നത്. അതെന്തിനാ? അല്ല, ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തെ? പേര് ഞാൻ വാപ്പയോട് പറഞ്ഞയക്കാം. വാപ്പയോടോ? ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ചുമ്മാണ്, ഞാൻ ഈ കടയുടെ ഓണറൊന്നല്ല. നീ എന്താ ഉണ്ടാക്കുന്നേ? എപ്പോ ഒരു സാധനം കാണിച്ചു തരാവേ കേട്ടാ. ഇങ്ങനെ വെച്ചാ കറങ്ങും. അനങ്ങാണ്ടിരിക്കേ. ഈർക്കിൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള. നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. ഇങ്ങനെയുണ്ട് ഒരു കുസൃതി. ഈ പേപ്പറിനോണ്ട് നീ ഒന്നും അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഒരൊറ്റ അടി വെച്ച് തരും കേട്ടോ. പപ്പിയാണ്ടി കുപ്പിയാണ്ടി ചീത്തയാ. ഞാൻ ചീത്തയാ. ഞാൻ മൂക്കടുത്ത് ഉപ്പിലിട്ട് നോക്കോ. ഉപ്പിലിട്ടോ. നിങ്ങൾ വലിയ ആളാല്ലേ കുപ്പിയാണ്ടി പപ്പിയാണ്ടി കുപ്പിയാണ്ടി. ഇപ്പോഴത്തെ ഒരു കാര്യം
അവിടെ നിക്കില്ലേ അവന്? അയ്യോ, എന്നായിരിക്കല്ലേ? എന്ത് പറ്റി? എപ്പഴും പപ്പ എന്നിട്ട് ചീത്ത പറയുന്നു. ദാ പപ്പ എനിക്ക് നല്ല അടികൊള്ളും കേട്ടോ. നീ വാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചീപ്പിഞ്ഞതാ. ഇന്നാ വെച്ചോ. എന്നാ കൊണ്ടുപോക്കോ. ഇത് വെച്ചോ. ഒരൊറ്റ അടി വെച്ചിട്ടുണ്ടല്ലോ. ഈ പപ്പേനെ ഉണ്ടല്ലോ എപ്പോഴും എന്നെ ഉപദ്രവിക്കും. ഇന്ന് രാവിലെ കേട്ടോ എന്തിനാ ഈ മുഖത്തിങ്ങനെ നുള്ളിപ്പിച്ച് മുറിഞ്ഞേ നോക്ക്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ. എന്നിട്ട് എന്റെ തല പിടിച്ച് മൊസൈക്കിൽ ഒരൊറ്റ ഇടി. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ലേ. നമുക്ക് ഈ പപ്പിയാന്റെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് പിരിച്ച് പപ്പടം പോലാക്കിട്ട് പറത്തി കളയണം. കാസറ്റ് എവിടെ? ഇന്ന് കാസറ്റ് കട ഒഴിവാ. കാസറ്റ് കിട്ടില്ല. യോ എനിക്ക് കാസറ്റ് കാണണം. നമുക്കിന്ന് TV പ്രോഗ്രാം കാണാം. ടിവിയിൽ ഒന്നും കൊള്ളൂല, ചീത്ത. എനിക്ക് കാസറ്റ് കാണണം. നാളെ കാസറ്റ് കാണാം. നാളെ നമുക്ക് TV കാണാം. ഇന്ന് കാസറ്റ് കാണണം. ഇന്ന് എനിക്ക് ഡൊണാൾഡൊക്കെ കാസറ്റ് കാണണം. നമുക്കിന്ന് ഡൊണാൾഡൊക്കെ കളിക്കാം. വാ ചേട്ടൻ കാണിച്ചുതരാം. നീ വാ. നമുക്ക് ഡൊണാൾഡൊക്കെ കളിക്കണ്ട. കാസറ്റ് കണ്ടാ മതി. ഡൊണാൾഡൊക്കെ കണ്ടോ? മാക് മാക്. ഈ ഡൊണാൾഡൊക്കെ ഞാൻ ചമ്മന്തിയാക്കി വേണ്ട. ഇതും വേണ്ട. ഇതും വേണ്ടേ. രേവതി ഇന്ന് ചേട്ടൻ രേവുവിനൊരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. മണി നീലത്തി വീണ കുറുക്കൻ. അത് വേണ്ട. അല്ലല്ല, ഇത് മണിയൻ കുറുക്കന്റെ കഥയല്ല. ഈ കുറുക്കന്റെ പേര് ശങ്കരൻ. ഈ കുറുക്കന് നീലത്തി വീഴും. നീലത്തി വീണ കുറുക്കൻ്റെ അത് വേണ്ട. രാജകുമാരന്റെ കഥ പറഞ്ഞാൽ മതി. അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. ഇത് വേറെ രാജകുമാരന്റെ കഥ. വേറൊരു രാജകുമാരന്റെ കഥ. ശരി. പറന്ന്. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. ഒരു രാജകുമാരനും ഒരു രാജകുമാരി. ഒരു രാജകുമാരി. രാജകുമാരിയുടെ പേര് രേവതി. രേവതി. എന്നിട്ട് പറന്ന്. രാജകുമാരി രേവുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു, പാവമായിരുന്നു. എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി. ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കുറേ ദിവസം കാത്തിരുന്നു. കൊറേന്ന് പറഞ്ഞാ ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ കാക്കത്തൊള്ളായിരം. അങ്ങനെ രാജകുമാരി 900 ദിവസം കാത്തിരുന്നു. ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ കുന്നിക്കുരു എടുത്ത് മാറ്റി ഒരു സ്ഥലത്ത് വെക്കും. അങ്ങനെ 900 കുന്നിക്കുരു ആയപ്പോ ഒരു രാജകുമാരൻ വന്നു. രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി. എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയെയും കല്യാണം കഴിച്ച് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു. എത്ര നാള്? ഒരുപാട് നാള്. ഒരുപാടെന്ന് വെച്ചാ 900. മിടുക്കി. ഒരുപാടെന്ന് വെച്ചാ 900. 900. 900.